ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ഡാഷ് ക്യാമാണ്. ഇത് ട്രാൻസെൻഡ് GPS വൈഫൈ ഫെസിലിറ്റി ഒക്കെ ഉള്ളതാണ്. എന്തായാലും ഞാൻ ഇതിപ്പോൾ റിമൂവ് ചെയ്യണം. എനിക്ക് റെഗുലർ യൂസിന് ഇത് ആവശ്യമില്ല. ഇതിനുള്ള ഇത് 20 ലിറ്റർ ഡീസൽ ക്യാനാണ്. പക്ഷേ ഞാൻ ഇത് വെള്ളം സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിച്ചത്. ഇതിനകത്ത് പച്ചവെള്ളമാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ പലവട്ടം ഞാൻ ഇത് ഉപയോഗിച്ചു. ബാക്കി ഇതും ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റുന്നു. അടുത്ത ഇതാണ്. ഇത് ഈ നമ്മൾ കാറിൻ്റെ സീറ്റിൽ ഇട്ട് ഇരിക്കാവുന്ന ഒരു എക്സ്ട്രാ ഇതാണ്. ഇത് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും, എയർ സർക്കുലേഷൻ ഉണ്ടാവും. ഇത് ഇച്ചിരി വില കൂടിയ ഒരു ടൈപ്പ് ഓഫ് ഫോമാണിത്. ഇതും എൻ്റെ യാത്രയിൽ ഞാൻ പല വട്ടം ഉപയോഗിച്ചു. പക്ഷേ ഇത് ഇന്ത്യയിലുള്ളതല്ല, ഇത് പുറത്തുനിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. അടുത്തത് ഇത് ഫില്ലാണ്. പക്ഷേ സാധാരണ ഫില്ല് അല്ല, ഇത് കാറിൽ ഉപയോഗിക്കുന്ന ഫില്ലാണ്. പക്ഷേ ഇത് ഞാൻ ഉറങ്ങാൻ ഉപയോഗിച്ച സാധനമാണ്. ഒരു കുട ഇവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല. ഞാൻ ഇത് വാഗ ബോർഡറിൽ നിന്ന് വാങ്ങിച്ച കുടയാണ്. ഇത് ലേയിലും കാർ അവിടെ ഞാൻ കുടുങ്ങുന്ന സമയത്തൊക്കെ ഇത് ഞാൻ ഉപയോഗിച്ചു. നൂറ് ദിവസങ്ങൾക്ക് ശേഷം ഇത് തിരിച്ചിറക്കുകയാണ്. ഇത് ടീ ബാഗാണ്. കൊണ്ട് കുറേയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 2 പാക്കറ്റുണ്ട്. ഇത് ബാക്കിയുള്ളതാണ്. ബാക്കി നൂഡിൽസ്, ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണ്. ഇത് ഒരുപക്ഷെ ഇത് ഇന്ത്യൻ മാർക്കറ്റിലുള്ളതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ കൊണ്ടുപോയത് അത്രയൊന്നും കഴിച്ചിട്ടില്ല. എന്നാലും അത്യാവശ്യ ഘട്ടങ്ങൾ ഒരുപാട് സമയം ഉപയോഗിച്ചു. ഞാൻ 80 പാക്കറ്റോളം കൊണ്ടുപോയി. ഇത് ബാക്കി ഒരു 30-40 എണ്ണമെങ്കിലും കാണുമെന്ന് തോന്നുന്നു. ഭയങ്കരപ്പെട്ട ഏറ്റവും യൂസ്ഫുള്ളും എന്നെ ഈ യാത്രയിൽ സഹായിക്കാൻ ചെയ്ത ഒരു ചെറിയൊരു സാധനമാണിത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. നോക്കിക്കൊള്ളണം, ബക്കറ്റാണ്. ഇതിപ്പം പിടിയൊക്കെ ഉള്ള നല്ലൊരു ബക്കറ്റായി. ഇതാകുമ്പോൾ സിമ്പിളാണ്, ട്രാവലിന് ഉപയോഗിക്കാം. ഇത് ഞാൻ യാത്രയിൽ ഏറ്റവും ഉപയോഗിച്ച സാധനങ്ങളിലൊന്നാണ്. യൂസ്ഫുള്ളും കൂടെ ആയത്. വണ്ടി കഴുകാനായാലും കുളിക്കാനാണെങ്കിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബക്കറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഇത് ഉപയോഗം ഉണ്ടായിരുന്നു. ഇത് വേറൊരു സാധനമാണ്. ഇതും ആമസോൺ പ്രൊഡക്റ്റാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, അവരുടെ പ്രൊഡക്റ്റല്ല. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഈ വണ്ടിയുടെ മേളിൽ നമുക്ക് കയറാനോ എന്തെങ്കിലും ഇത് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഇത് അതിനകത്ത് വെച്ചിട്ട് ഇതിൽ ചവിട്ടി കയറുക എന്നുള്ളതാണ്. താഴെ ചവിട്ടിയിട്ട് ഇതിൽ ചവിട്ടിയിട്ട് ഇതിൻ്റെ മേള് കഴുകാനാണെങ്കിലും എന്തെങ്കിലും കാരിയറൊക്കെ ഉള്ള വണ്ടിക്കാണെങ്കിൽ കാരിയറിൽ നിന്ന് സാധനം വയ്ക്കാനും എടുക്കാനും ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പാണ്. 400-500 രൂപ ഉള്ള സാധനമാണ്. ഇതൊരു ഐക്കിയ പ്രൊഡക്റ്റാണ്. ഐക്കിയ എന്ന് പറഞ്ഞാൽ സ്വീഡൻ കമ്പനിയാണ്. ഞാൻ ഗൾഫിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. ഇത് നമുക്ക് ലഗേജ് എന്താണെന്നെങ്കിലും ഇതങ്ങനെ വെച്ചിട്ട് വാട്ടർ ബോട്ടിലാണെങ്കിലും എന്ത് ഐറ്റം ആണെങ്കിലും അതിട്ട് കഴിഞ്ഞാൽ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇത് വേറെ എങ്ങോട്ടും പോകില്ല, അതവിടെ തന്നെ ഇരിക്കും. അങ്ങനെയുള്ള ചെറിയ സാധനം സിമ്പിളാണ്. കഴിഞ്ഞ് ഇതിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ബെഡാണ്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്താൽ ഇത് ഇങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ലഗേജും വയ്ക്കാം. ഈ സീറ്റ് നൂർത്ത് നമുക്ക് സാധാരണ പോലെ ഇരിക്കാനും പറ്റും. ഈ യാത്രയിൽ 99 ദിവസങ്ങളിൽ 4 ദിവസം മാത്രമാണ് ഞാൻ ഹോട്ടൽ റൂം എടുത്ത് ഉറങ്ങിയത്. എന്നാൽ ഹോട്ടൽ റൂമിനേക്കാളും കംഫർട്ടബിളായിട്ടും സന്തോഷമായിട്ടും ഇതിനകത്ത് ഞാൻ സ്വന്തം വീട്ടിൽ ഉറങ്ങുന്നത് പോലെ ഈ വീട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയതാണ്. ഇതിൽ ഉറങ്ങി എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലെ ഓരോ ദിവസം ഓരോ രാത്രി ഓരോ സ്ഥലങ്ങളിൽ. അടുത്തത് ഞാൻ
ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു, ഇത് വെള്ളം ചൂടാക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് DC കെറ്റിലാണ്. ഇത് ആദ്യത്തെ ചൂടാക്കലിൽ തന്നെ അതായത് ഇങ്ങനെ ഉരുകിപ്പോയി. എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാതെ റെഗുലർ കെറ്റിൽ സ്വിച്ച് ഓഫ് കട്ട് ഡൗൺ ആവണത് പോലെ ആവുമെന്ന് വിചാരിച്ച് ഞാൻ ഇതിനെ ഇഗ്നോർ ചെയ്ത്. പക്ഷേ വൈകിട്ട് നോക്കിയപ്പോൾ ഇതെല്ലാം ഉരുകി. എന്തായാലും ഭാഗ്യത്തിന് വണ്ടിക്കൊന്നും പറ്റിയില്ല, തീ പിടിക്കാനൊന്നും ഉണ്ടായില്ല. അത് DC കെറ്റിലാണ്. അത്യാവശ്യം വിലയുണ്ട്. ഇത് ഞാൻ ഇമ്പോർട്ടഡ് ഐറ്റമാണ്, ചൈനയിൽ നിന്ന് വന്നതാണ്. നല്ല സമയമെടുത്ത് ആമസോൺ വഴി വരുത്തിയാണ്, പക്ഷേ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇതും ഇവിടെ ആൾക്കാർ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, കവർ മോശമാണ്. മഡിലൊക്കെ സ്ട്രക്കാകുമ്പോൾ എസ്കേപ്പ് ആവാൻ വേണ്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ഐറ്റമാണ്. ഇത് നമ്മൾ 1-2 പ്രാവശ്യം സ്ട്രക്കായപ്പോൾ ഉപയോഗിച്ചതാണ്, അതുകൊണ്ടാണ് മണ്ണുള്ളത്. ഇത് ഇവിടുത്തെ മാർക്കറ്റിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എന്നാലും ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് അത്യാവശ്യം ഉപയോഗിക്കുകയും ചെയ്യും. അത്യാവശ്യം 1-2 പ്രാവശ്യം സ്ട്രക്കായ സമയത്ത് ഇത് ഉപയോഗിച്ചു, എസ്കേപ്പ് ആവാൻ പറ്റി. സംഭവം പ്ലാസ്റ്റിക്കാണ്. ഇതിൽ 2 ടൈപ്പ് ഗ്രിപ്പുണ്ട്. ഇത് വലിയ ഗ്രിപ്പും ചെറിയ ഗ്രിപ്പും മടക്കി വയ്ക്കുകയും ചെയ്യാം. ഗുജറാത്തിലൊക്കെ സ്ട്രക്കാകുമ്പോൾ ഇതാണ് ഉപയോഗിച്ചത്. ആ ചെളിയാണ് അതിലുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ക്ലീൻ ചെയ്തില്ല. ഈ ക്യാനും ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അത്യാവശ്യം വില 2000-ഓളം രൂപ വിലയുണ്ട്. ഇത് 10 ലിറ്റർ ക്യാനാണ്. ഇതിൽ ഞാൻ ഡീസൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അന്ന് എമർജൻസി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ. ഇതാകെ 1 പ്രാവശ്യം ഉപയോഗിച്ചു. എമർജൻസി എന്ന് പറഞ്ഞാൽ ഞാൻ ഡീസൽ അടിക്കാൻ മറന്നുപോയതാണ് ഗുജറാത്തിൽ വെച്ചിട്ട്. അപ്പോൾ അത് മറന്നുപോയി. പെട്ടെന്ന് നോക്കുമ്പം ബ്ലിങ്ക് ചെയ്യുന്ന ലാസ്റ്റ് എൻഡ് എത്തിയിരുന്നു. അത് കാരണം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ഹൈവേയിൽ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്തു. ഒറ്റ പ്രാവശ്യമേ ഈ യാത്രയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഇതിൽ 10 ലിറ്റർ റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഡീസലുണ്ട്. ഇപ്പോൾ ആ സൈഡ് ഓപ്പണാണ് മൊത്തം. ഈ സൈഡിൽ സാധനങ്ങൾ ഐറ്റംസ് ഫില്ല് ചെയ്താണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഉപയോഗിച്ചതിൽ വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അതിനകത്ത് സ്റ്റേ ചെയ്യുമ്പോൾ ഒരിക്കലും അതിൻ്റെ AC ഓണാക്കാനോ അതിൻ്റെ പവർ ഓണാക്കാനോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വണ്ടിക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി വാങ്ങിച്ചാൽ ഇത് DC ഫാനായിരുന്നു. പക്ഷേ ഇത് 1 ആഴ്ചയോളം ഞാൻ കറക്റ്റായി ഉപയോഗിച്ച് അത് കഴിഞ്ഞപ്പോൾ ഇത് കേടായി. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല, കാരണം അറിയത്തില്ല. എന്തായാലും ഇത് 1 ആഴ്ച എനിക്ക് ഉപയോഗമായിരുന്നു. പക്ഷേ ഈ സാധനം ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഇട്ട് ആ കെറ്റിൽ വെള്ളം തിളപ്പിച്ച് ഇതിലൊഴിച്ച് ഫുഡ് തയ്യാറാക്കി കഴിക്കാനായിരുന്നു പ്ലാന്. പക്ഷേ ആ വെള്ളം തിളപ്പിക്കാൻ പറ്റാത്ത കാരണം ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഉണ്ട്, ഈ നൂഡിൽസിൻ്റെ ആവി പോകാതെ അടച്ചു വയ്ക്കാൻ വേണ്ടി ഇത് ഗ്ലാസ്സാണ്. ഇങ്ങനൊരു സാധനമുണ്ട്. ഇതും ആമസോണിൽ നിന്നൊക്കെ അന്വേഷിച്ച് വെച്ച് വാങ്ങിച്ചാണ്. ആ ക്യാനിലുള്ള വെള്ളം നമുക്ക് ഈസി ആയിട്ട് പുറത്തെടുക്കാനുള്ള ഒരു റീചാർജബിൾ പമ്പാണിത്. ഇത് അതിനകത്ത് കിടന്ന് തന്നെത്താനെ ഓണായി എൻ്റെ ചാർജൊക്കെ തീർന്നിരിക്കുന്നു. എന്നാലും ആദ്യത്തെ ദിവസം അതിൽ നിന്ന് വെള്ളം എടുത്തപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചു. ഇപ്പോൾ ഇത് ചാർജ് ലോ ബാറ്ററിയാണ്. എങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ, ഈ വണ്ടിക്കകത്ത് ഭയങ്കരമായിട്ട് കൊതുശല്യം ഉണ്ടായി ചില അവസാന നിമിഷങ്ങളിൽ. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന പ്രോഡക്റ്റാണ് ഗുഡ് നൈറ്റിൻ്റെ. അത് വാങ്ങിച്ചു. ഇതിൽ ഇൻവെർട്ടർ സിസ്റ്റം ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാൻ ഉറങ്ങി. അപ്പോൾ ഇതങ്ങനെ അവസാനത്തെ ഒരു 1 ആഴ്ചയെങ്കിലും ഞാൻ ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചാണ് ഉറങ്ങിയത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, ഇതിനകത്ത് കൊതുകുണ്ടായിരുന്നു. അത് കൊതുക് പുറത്തു പോകാത്ത ഒരു സ്വഭാവമാണ് അതിനുള്ളതെന്നറിയില്ല. എവിടെ നിന്നോ കയറി ഡോർ തുറന്നിട്ട സമയത്ത് അങ്ങനെ അതുപയോഗിച്ച് അവസാന കുറച്ച് ദിവസങ്ങൾ. ഇത് എനിക്ക് ഗുജറാത്തിൽ വെച്ച് ബ്രേക്കായ മിററിൻ്റെ ബോഡിയാണ്. ഇതിൽ നിന്ന് ഈ ക്യാമറ റൂം ഇളക്കി ഇനി പുതിയ ആ മിററിലേക്ക് വയ്ക്കണം. ഇത് നമ്മൾ ഫയറിൻ്റെ ഇത് സൂക്ഷിച്ചിരുന്ന് ദൈവസഹായത്താൽ ഇത് ഉപയോഗിക്കേണ്ടി വന്നില്ല. അത് മറ്റതുപോലത്തെ ഒരു ബാഗാണ്. ഇതിനകത്ത് പേഴ്സണലി കുറച്ച് സാധനങ്ങളാണുള്ളത്. കപ്പ്, ബാക്കി പ്ലേറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്, ക്യാമറ ആക്സസറീസ്, ചാർജർ, ബാറ്ററി, സോപ്പ്, അങ്ങനെയുള്ള ഇതൊക്കെ പിന്നെ എടുക്കാം. നമ്മളെ ക്യാമറയുടെ ഹാൻഡിൽ, ഈ സാധനം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് ഇങ്ങനത്തെ ഒട്ടിക്കുമ്പോൾ നമ്മളെ ഇളവാത്ത ഒരു സാധനമാണ്.
ഇതിൻ്റെ ഷീറ്റ് ഉണ്ട്, ലോങ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ഞാൻ ഉപയോഗിച്ചില്ല. എന്നാലും ഈ പീസ് വാങ്ങിച്ച് കട്ട് ചെയ്തിട്ട് ഈ ബാഗിനെ റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 100 ദിവസവും ഇത് അനങ്ങാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, കറക്റ്റായിട്ട് നീങ്ങുകയൊന്നും ചെയ്യാതെ. അതിന് ഇതാണ് ഇതധികം മീറ്ററിന് 10 രൂപ 15 രൂപ വിലയുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ പേര് എക്സാക്റ്റ് അറിഞ്ഞില്ല, പക്ഷേ ഇതാണ് അറിയാമായിരിക്കും സാധാരണ. എൻ്റെ ഇത് എത്ര ജോഡിയുണ്ട്? 50 ജോഡിയെങ്കിലും വരും. ഇത് വാഷ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. അതായത് ഞാൻ എൻ്റെ ഈ യാത്രയിൽ ഒരു തുണിയും കഴുകാത്ത രീതിയിൽ, അതായത് കഴുകേണ്ടി വരാത്ത രീതിയിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബനിയനാണെങ്കിലും പാൻറ്റും ഷർട്ടും എല്ലാം. പിന്നെ സ്റ്റോറേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം സർവീസ് ടൈമിങ്ങിൽ ഞാൻ ഉപയോഗിച്ച ഡ്രസ്സ് കൊറിയർ ചെയ്ത് വീട്ടിൽ നേരത്തെ എത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ. ബാക്കി 2 പ്രാവശ്യം ഇതേപോലത്തെ അത്രയും സാധനം തന്നെ ഞാൻ കൊറിയർ ചെയ്തിരുന്നു. ഏകദേശം എത്ര ജോഡി ഉപയോഗിച്ചിട്ടുണ്ടാവും ഈ യാത്രയിൽ മൊത്തം? 55 ജോഡി എങ്കിലും. അതായത് ഒരു ദിവസം മിക്കവാറും 2 പ്രാവശ്യം 2 ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കും. അപൂർവം ചില സമയങ്ങളിൽ നേരത്തെ കുറച്ച് ഇതാകുമ്പം നേരത്തെ ഡ്രസ്സ് ഒരു ദിവസം ഉപയോഗിച്ച് മാറേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 50-55 ജോഡി. എന്നാലും ഇനിയും ബാക്കി ഉണ്ടായിരുന്നു 2-3 ജോഡിയെങ്കിലും. ഇത് ഹൈ ആക്ടിറ്റ്യൂഡിൽ നമുക്ക് ഓക്സിജൻ കുറയുന്ന സമയത്ത് മാനുവലായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓക്സിജൻ്റെ ഒരു ക്യാനാണിത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിയാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. കാർഗിലോ അല്ലെങ്കിൽ കാശ്മീരൊക്കെ പോകുമ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിൽ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് ഇങ്ങനത്തെ ഒരു പാർട്സ് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇത് നമുക്ക് ക്ഷീണമോ അല്ലെങ്കിൽ ഓക്സിജൻ കുറവാണെന്ന് തോന്നുന്ന സമയത്ത് ഇതാ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ബ്രീത്ത് ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യണത്. ഇത് ഞാൻ യാത്രയിൽ കാശ്മീർ എത്തുമ്പോൾ പലവട്ടം ക്ഷീണം തോന്നിയിട്ടും പ്രശ്നം ഉണ്ടാകാതിരിക്കാനും, അതായത് കർത്തുങ്കല പാസ്സൊക്കെ കയറുന്ന സമയത്ത് പലവട്ടം ഞാൻ വണ്ടി നിർത്തിയും നിർത്താതെയും ഇത് ഉപയോഗിച്ചിട്ടാണ് പോയത്. അതിനുശേഷമാണ് പോയി സ്റ്റക്കൊക്കെ ആയി പോയത്. ഇങ്ങനെ സിമ്പിളാണ്, പക്ഷേ ഇത് ഓക്സിജനാണ്. നല്ല വില കൊടുക്കണം. അതുകൊണ്ട് വെറുതെ ശ്വസിക്കുമ്പോൾ അത് നമുക്ക് ലാഭമാണ്. അതാ മൗസ്. ഇത് നമ്മുടെ വണ്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ യാത്രയുടെ പവർ സോഴ്സാണ്. 220 ആംസിൻ്റെ 12 വാൾട്ട് ബാറ്ററി. ഇത് സാധാരണഗതിയിൽ ട്രക്കിലൊക്കെ ലോറിയിലും വലിയ ബസ്സുകളിലും ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. കുറേ സെർച്ച് ചെയ്ത് ഏത് ഉപയോഗിക്കാം എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവസാനം എത്തിയ സൊല്യൂഷനാണ്. പല ബാറ്ററിയും ഓവർ ചാർജിങ്ങിൽ പൊട്ടിത്തെറിക്കുമെന്നൊക്കെ ഇങ്ങനെ ബാറ്ററിക്ക് അറിയാമെന്നുള്ളവർ പറഞ്ഞു. അവസാനം എന്തായാലും ലോറിയിലും ബസ്സിലും ബാറ്ററി പൊട്ടുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഈ എക്സൈഡിൻ്റെ ഈ ബാറ്ററി വാങ്ങിച്ചു. പക്ഷേ യാതൊരു പ്രശ്നവും ഇല്ലാതെ കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചാർജിങ് വണ്ടിയിൽ നിന്നാണ്, അത് വണ്ടിയുടെയും കൂടെ ഒരു ഇതാണ്. പക്ഷേ ഒരു പ്രശ്നമില്ലാതെ ഇത്രയും ദിവസം, അതായത് ഇതിൽ ഞാൻ 500-600 വാട്ട്സിൻ്റെ ഇലക്ട്രിക് കുക്കർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തുള്ള ചെയ്തിട്ടുള്ള പല ഇൻസ്ട്രുമെൻറ്റും വർക്ക് ചെയ്ത് ഇതിൽ നിന്നാണ്. ഒപ്പം എൻ്റെ കുക്കിങ്ങും കൂടെ ഇതിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ റൈസും അല്ലെങ്കിൽ ചായ ഉണ്ടാക്കിയതും ഈ കാണിച്ച നൂഡിൽസ് ഉണ്ടാക്കിയതൊക്കെ ഈ ബാറ്ററിയുടെ പവർ ഉപയോഗിച്ചിട്ട് കുക്കർ വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ്. കെറ്റിൽ നേരത്തെ കേടായതുകൊണ്ട് ചായ ഉണ്ടാക്കാനും നൂഡിൽസ് ഉണ്ടാക്കാനും ഇതിൽ നിന്നുള്ള പവർ എടുത്തിട്ട് തന്നെ കുക്കർ ഓണാക്കിയിട്ട് വെള്ളം ചൂടാക്കിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. കുക്കർ കൂടെ കാണിക്കാം. ഇതാണ് ഞാൻ കുക്കിങ്ങിന് ഉപയോഗിച്ച ഇലക്ട്രിക് കുക്കർ. ഇത് 600 വാട്ട്സ് അഗാറോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഞാൻ ബ്രാൻഡിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബന്ധവുമില്ല. എന്നാൽ പോലും ഇത് വളരെ യൂസ്ഫുള്ളായിരുന്നു. ഒപ്പം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ ആവശ്യമുള്ള വെള്ളം ഇതിലൊഴിച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഞാൻ വണ്ടി ഓടിക്കും. അതായത് യാത്രയിൽ കുക്ക് ചെയ്യാൻ ഈ സാധനം ഉപയോഗപ്പെട്ടു. വണ്ടി നിർത്തിയിട്ടല്ല കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ജസ്റ്റ് റൈസ് ഇടണമെങ്കിലും അതിനൊരു അനുപാതത്തിൽ വെള്ളം ഒഴിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു. അതിൻ്റെ സമയമാകുമ്പോൾ അത് ബീപ്പ് വരും. അതോടെ വണ്ടി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ളപ്പോൾ റൈസ് ഉപയോഗിക്കും. വളരെ നീറ്റായിട്ട് റൈസ് കുക്ക് ചെയ്യാനും കോഫി ഉണ്ടാക്കാനും നൂഡിൽസ് കുക്ക് ചെയ്യാനും ഈ പ്രോഡക്റ്റ് എന്നെ സഹായിച്ചു. ഇതും എൻ്റെ യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നു. ജസ്റ്റ് സിമ്പിളാണ്. ഇത് എൻ്റെ ഇൻവെർട്ടറിൻ്റെ പവർ സോഴ്സ്. ഇതിപ്പോൾ കാറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് വർക്കാവുന്ന കാണാം. ഇത് കാറിൽ തന്നെയുള്ള ഇൻവെർട്ടറിൻ്റെ പവറാണ്.
ഇത് 25 മിനിറ്റ് കഴിയുമ്പോൾ ഈ കുക്കിംഗ് ഫിനിഷ് ആവും. അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. കറക്റ്റ് 25 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ ബീപ്പ് വരും. അപ്പോൾ എനിക്ക് ഡ്രൈവിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഈ സ്വിച്ച് ഓഫ് സിമ്പിളായിട്ട് ഈ പവർ തന്നെ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുക്കിംഗ് ഫിനിഷ് ആവും. ആ രീതിയിലാണ് ഞാൻ ഉപയോഗിച്ചത്. ഒരു 40 ദിവസമെങ്കിലും 40 മുതൽ 50 ദിവസമെങ്കിലും ഞാൻ ഇതിനകത്ത് റൈസൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ച് ബാക്കി ദിവസങ്ങൾ നമ്മൾ റൈസും ഇഡ്ഡലി ദോശയൊക്കെ കിട്ടുന്ന ആന്ധ്ര, കർണാടക, സൗത്തിലെത്തുമ്പോൾ പിന്നെ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അടുത്ത് ഈ യാത്രയിലെ ഹൃദയം അല്ലെങ്കിൽ കാതലായ ഒരു ഭാഗമാണിത്. ഇത് ഗാർമിൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ നാവിഗേഷൻ സിസ്റ്റമാണ്. ഇത് സൈക്ലിംഗ് ചെയ്യണവരും അല്ലെങ്കിൽ സ്പോർട്സ് ഐറ്റംസ് ആയിട്ട് സൈക്ലിങ് അല്ലെങ്കിൽ മൗണ്ടൻ റൈഡ് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രൊഫഷണൽ ഡിവൈസാണ് ഇത്. യാത്രയിലുടനീളം സ്വിച്ച് ഓൺ ആയിരിക്കണമെന്നും പിന്നെ അതായത് കഴിഞ്ഞ 99 ദിവസവും ഇത് ഞാൻ എവിടെയൊക്കെ പോയി, എവിടെയൊക്കെ നിർത്തി, എത്ര സ്പീഡിൽ പോയി എന്നുള്ള വിശദമായ ഡാറ്റ ഇത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഇന്ത്യൻ മാർക്കറ്റിലുള്ളതാണ്. ഇച്ചിരി കോസ്റ്റ്ലി ആണെന്ന് മാത്രം. ഇതും എൻ്റെ യാത്രയിലെ അതായത് ഗിന്നസ് ടീമിന് കൊടുക്കേണ്ട ഡാറ്റ വരുന്ന ഒരു പ്രൊഫഷണൽ ഡിവൈസാണിത്. ഇതിൻ്റെ യാത്രയുടെ മെയിൻ ഡാറ്റ സോഴ്സായ എൻ്റെ GPS നാവിഗേഷൻ സിസ്റ്റം എൻ്റെ റൂട്ട് മാപ്പും അല്ലെങ്കിൽ KML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇതാണ് ഡ്രൈവൂൾ എന്ന് പറയുന്ന ഈ ഡിവൈസാണ്. ഇതിന് അത്ര ഭയങ്കര വിലയൊന്നും ഉണ്ടെന്ന് പറയാനില്ല. ഒരു 5000 റേഞ്ചിലുള്ള ഒരു സാധനമാണ് ഇത് മതി തന്നെ. ഇത് വ്യക്തമായിട്ട് ഡാറ്റ സപ്പോർട്ടോടു കൂടിയാണ്. ഇൻ്റർനെറ്റ് ഇതിന് സിം കാർഡുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതും ഇട്ടിട്ട് നമ്മൾ ഇത് ഓണാക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകുന്നു, അതേ സാധനം, അതേ GPS ട്രാക്കിംഗ് പ്രൊസീജിയറാണ് ഇതും ചെയ്യുന്നത്. എത്ര ദൂരത്തിൽ പോകുന്നു, എത്ര സ്പീഡിൽ പോകുന്നു, എവിടെയെല്ലാം പോകുന്നു എന്നുള്ളത് വ്യക്തമായി, എവിടെ സ്റ്റോപ്പിംഗ് മിനിറ്റ്സ് എല്ലാം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പല സമയത്തും ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്ന റൂട്ട് മാപ്പ് ഇതിൻ്റെ റിസൾട്ടായിട്ടായിരുന്നു. അപ്പോൾ അതും ഈ ഡിവൈസും എൻ്റെ ഈ യാത്രയിലെ കാതലായ അല്ലെങ്കിൽ ഹൃദയമായ ഒരു ഇൻസ്ട്രുമെൻ്റാണിത്. ഇതിൻ്റെ കൂടെ ഉള്ളത് വണ്ടി ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഡിവൈസും കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന സാധനമാണ്. ഒരു 2000 രൂപയോളമേ ആ പ്രൊഡക്റ്റിന് വില വരുന്നുള്ളൂ. പക്ഷേ അത് മൊബൈൽ ഡാറ്റയും GPS ഡാറ്റയും ഇതിൽ റീചാർജ് ചെയ്യണം. അപ്പോൾ അതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ ഒരു 3000-4000 രൂപ ആ റേഞ്ചിൽ വരും. പക്ഷേ വ്യക്തമായിട്ട് ആര് എവിടെ എപ്പോൾ എങ്ങനെ നിർത്തി എങ്ങനെ പോയി എവിടെ കൂടെ പോയെന്നുള്ള വ്യക്തമായ ഒരു പിക്ചർ നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളുടെ മൊബൈലിലേക്കും അത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നല്ല, ഞാൻ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നുള്ള രീതിയിൽ എൻ്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, മോൻ്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, സഹോദരൻ്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എൻ്റെ സ്ഥാപനത്തിൽ വാഹനമുണ്ട്, അതിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാഹനം എവിടെ പോയി എപ്പോൾ ഓണാക്കി എങ്ങോട്ട് പോകണം, ഞായറാഴ്ച ദിവസമാണ്, അവധി ദിവസമാണ്, വർക്കിംഗ് ടൈമല്ല, ആ വണ്ടി എവിടെ പോകണം എന്നുള്ളത് വ്യക്തമായ ധാരണ, വളവ് തിരിവ് എല്ലാം വ്യക്തമായിട്ട് ഇതിൽ അറിയാൻ പറ്റും. അതിന് ഒരു ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇവിടെ ഡ്രൈവൂൾ എന്ന് പറയുന്ന ആപ്പ് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയർ ഡാറ്റ കഴിഞ്ഞ മാസം എവിടെ പോയെന്ന് വരെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു നല്ല ഒരു പ്രൊഡക്റ്റാണ് ഇത് ഞാൻ വർഷങ്ങളായിട്ട്, അതായത് 2 വർഷം 3 വർഷമെങ്കിലായിട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് മകൻ്റെ വണ്ടിയിലാണ് അവൻ്റെ വഴികൾ അറിയാൻ വേണ്ടി ഞാൻ വെച്ചത്. അത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് വാഹനം ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ കാമുകി ആരാണ് എവിടെ പോകണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയ നല്ല സാധനമാണ്. രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഇച്ചിരി വലുതാണ്, ഇത് പോർട്ടബിളാണ്. പക്ഷേ അല്ലാതെ വയ്ക്കുന്ന ചെറിയ സാധനമുണ്ട്. ഇതിന് വിലയും കൂടുതലാണ്. ഇതിൻ്റെ 3-1 വില, അതായത് 1800 രൂപ 2000 രൂപ ആ റേഞ്ചിൽ കിട്ടും. ഇപ്പോൾ അവരുടെ പുതിയൊരു സാധനവും വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് ജിയോ സിം ഇട്ടിട്ട് 4Gയിൽ വർക്ക് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ഇതുണ്ടാവുമെന്ന് പറയുന്നത്. അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രൊഡക്റ്റും അവരുടെ തന്നെ കമ്പനിയിൽ നിന്ന് ലോഞ്ചായിട്ടുണ്ട്. അതും ഞാൻ ഈ സമയത്ത് നിങ്ങളെ പരിചയപ്പെടുന്നു. അത് യൂസ്ഫുൾ ആയതുകൊണ്ട് ഒരു സാധനം പബ്ലിക്കിന് ഉപയോഗിക്കാൻ പറ്റണം. ഈ കുക്കറൊന്നും കാറിൽ വെച്ച് ആരും ചോറുണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതും അല്ലെങ്കിൽ ഉപയോഗമുള്ളതുമായിട്ടുള്ള ഒരു സാധനം അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു.
പിന്നെ ഈ കമ്പനി നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് വന്ന് അല്ലെങ്കിൽ ഇത് നിങ്ങൾ നാവിഗേഷൻ കിട്ടുന്നില്ല, എൻ്റെ മൊബൈലിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തു. അവർക്ക് ഒരു ഗ്രൂപ്പ് പോലെ ഗ്രൂപ്പ് തന്നെ അവർ നമ്മളെ നമ്പർ ആഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് പല സ്ഥലങ്ങളിൽ നിന്ന് കൃത്യമായ ഒരു റിപ്ലൈ അത് വളരെ വേഗത്തിൽ തരുന്നുണ്ടെന്നുള്ളതാണ്. അത് ഭയങ്കര ഉപയോഗമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൗണ്ടൻസ് അതായത് കാർഗിൽ ലേ ലഡാക്കൊക്കെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് റേഞ്ച് കട്ടാവുന്നു. അപ്പോൾ അവരൊക്കെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ അവർ പറയും അവിടുത്തെ ഇച്ചിരി ഏരിയയിൽ കുറച്ച് റേഞ്ച് കുറവുണ്ട്, അതിനാണ് അത് നിങ്ങൾക്ക് നേരെ വരുമ്പോൾ റെഡി ആയിക്കോളും എന്ന് പറയും. അതേപോലെ ഗുജറാത്തിൻ്റെ ഗുജറാത്തിൻ്റെ അല്ല, രാജസ്ഥാൻ്റെ ആ പാകിസ്ഥാൻ ബോർഡർ ഏരിയയിൽ കുറച്ച് ദൂരം അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ UPയുടെയും ബീഹാറിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങൾ, നാഗപ്പൂരിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ, സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ്റെ പ്രശ്നമായിരിക്കണം, അവരും അങ്ങനെയാണ് പറഞ്ഞത്, റേഞ്ചിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ തക്ക അതത് സമയത്ത് കമ്പനിയുമായിട്ട് ബന്ധപ്പെടണം, അപ്പോൾ ഈസിയായിട്ട് ബന്ധപ്പെടാം എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം. അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട്. ഇപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്ത് മുമ്പ് അത് അവരിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ സ്റ്റോക്ക് വന്നിട്ട് അയച്ചതാ എന്ന് പറഞ്ഞിട്ടും ഇല്ല, അവർ അപ്പം തന്നെ റീഫണ്ട് ചെയ്തു എൻ്റെ കാശ്. എന്നിട്ട് വീണ്ടും രണ്ടാമത് പ്രോഡക്റ്റ് വന്നപ്പോൾ എന്നെ അറിയിക്കുകയും പിന്നെ അത് വാങ്ങുകയും ചെയ്യുകയാണ് ഈ ഡിവൈസ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് കമ്പനിയെ സംബന്ധിച്ച് ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് വളരെ നല്ല അഭിപ്രായം ഞാൻ ഇപ്പം പൊതുജനത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപയോഗം വരും എന്നുള്ളതുകൊണ്ട് ഇത് കൂടുതൽ ഞാൻ ഇൻട്രൊഡ്യൂസ് പറയുന്നു. എന്തായാലും നൂഡിൽസ് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ ഫോഴ്സ് ചെയ്യണില്ല, നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപയോഗമായിരിക്കും.